പരിക്കൊന്നും വരുന്നില്ല. അത് അങ്ങനെ പേടിച്ചു പോയി. അറ്റാക്ക് വരാഞ്ഞത് ദൈവഭാഗ്യം. എന്താ വെച്ചാ ഷോക്കായി പോയി. അത് സൗണ്ടും കൂടി കേട്ടപ്പോഴേ. കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു വീഡിയോ വൈറലാവുന്നത്. ഒരു മനുഷ്യൻ സ്കൂട്ടിയിൽ യാത്ര ചെയ്യുന്ന സമയത്താണ് അഖിൽമാരാറിന്റെ കൂട്ടത്തിലുള്ള ഏതോ ഒരു തലതെറിച്ച BJP NDA 2020 പ്രവർത്തകൻ പടക്കം കത്തിച്ച് ജനക്കൂട്ടത്തിലേക്ക് ഇട്ട് മാറി നിൽക്കുന്നത്. വഴിയെ വന്ന ആ ഒരു ബൈക്ക് യാത്രികന്റെ ശരീരത്തിലേക്കാണ് പടക്കം വീണത്. പെട്ടെന്ന് ആള് ഞെട്ടിപ്പോയി. ഒരുപക്ഷെ നമുക്ക് ഞെട്ടലുകൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ്. യാത്ര ചെയ്യുന്നതിനിടയിൽ പെട്ടെന്ന് തന്റെ മുന്നിലും മടിയിലും ഒക്കെ ആയിട്ട് പടക്കം വന്ന് വീഴുമ്പോൾ സ്വാഭാവികമായ മനുഷ്യൻ എത്രത്തോളം പേടിച്ചിട്ടുണ്ടാവുമെന്ന് ചിന്തിക്കേണ്ടതായിട്ടില്ല. അദ്ദേഹത്തിന്റെ മുഖം എല്ലാവരും ബ്ലറാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ബൈക്കിന്റെ നമ്പർ നോട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട ആളുകളൊക്കെ നിരന്തരമായിട്ട് ഭയപ്പാട് കൊണ്ട് ആളെ വിളിച്ചുകൊണ്ടിരുന്നു. എന്തെങ്കിലും സംഭവിച്ചോ മോനെ എന്ന് ചോദിച്ചുകൊണ്ട്. എറണാകുളം ജില്ലയിലാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുള്ളത്. ആദ്യം ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ഒന്ന് കാണിക്കാം. എന്നതിന് ശേഷം അദ്ദേഹം എന്നോട് പല കാര്യങ്ങളും തുറന്നു പറഞ്ഞു. അദ്ദേഹത്തിനെ കുറിച്ച് ആരും ചിന്തിച്ചിട്ട് പോലുമില്ല. ദിൽഷാദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. നമുക്ക് എന്തായാലും ആ വീഡിയോ ആദ്യം കാണാം. ഒരുപാട് ആളുകൾ പേടിച്ചിട്ടുണ്ട്. കുട്ടികൾ അവിടുന്ന് കരയുന്നുണ്ട്. വാതോരാതെ ഡയലോഗ് അടിക്കുന്ന അഖിൽമാരാറിന്റെ ടീം തന്നെയാണ് ചെയ്തത്. അഖിൽമാരാറാണ് മുന്നിൽ നിൽക്കുന്നത്. ആളുകളുടെ മുന്നിൽ വെച്ചിട്ട് അയാളെ വഴക്ക് പറഞ്ഞിട്ട് ഇനി കാര്യമൊന്നുമില്ല. ചെയ്യാനുള്ള ഊളത്തരൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം? അവിടെ കൃത്യമായിട്ട് സിഗ്നലിൽ നിൽക്കുന്ന വാഹനങ്ങളാണ്. അവർക്ക് ഓർക്കാപ്പുറത്തേക്ക് മുന്നിലേക്ക് പടക്കം വീഴുന്നു. ഏതെങ്കിലും ഒരു വാഹനത്തിന്റെ അകത്ത്, ഒരു കാറിന്റെ അകത്തേക്ക് അത് വീണിരുന്നെങ്കിൽ എന്താ അവസ്ഥ? ഒന്നും വേണ്ട. ഏതെങ്കിലും വാഹനത്തിൽ ചെറിയ രീതിയിലുള്ള ഇന്ധന ചോർച്ചകളുള്ള വാഹനങ്ങളുണ്ട്, ഓവർഫ്ലോ ഒക്കെ വരുന്ന വാഹനങ്ങളുള്ളതാ. അതിലേക്ക് അത് വീണ് കത്തിപ്പിടിച്ച് എന്തെങ്കിലും സംഭവിച്ചാൽ എന്തു പറയും? ഇങ്ങനെ കുറെ എണ്ണം ഉണ്ട് എന്നുള്ളത് എല്ലാ കൂട്ടത്തിലുണ്ടാവും. ഇങ്ങനെ കുറെ എണ്ണം. ഇതിൽ അഖിൽമാരാറിനെ കുറ്റം പറയാൻ കഴിയില്ല എന്ന് പറയുന്ന ആളുകളുണ്ടാവും. അഖിൽമാരാറിനെയും കുറ്റം പറയണം. ഇവൻ ഡയലോഗ് അടിക്കാറുണ്ട്. എന്താണ് റോട്ടിലൂടെ ഈ ഒരു പരിപാടി, ബ്ലോക്ക് ആക്കി കൊണ്ടുള്ള ഈ പരിപാടി, ഇതൊക്കെ ഉളത്തരാന്ന് പറയുന്നവൻ തന്നെയല്ലേ ഇവൻ? എന്നിട്ട് ഇവന്റെ കാര്യമാണ് ഇപ്പൊ കണ്ടത് നമ്മള്. ആ ഒരു മനുഷ്യന്റെ ശബ്ദ സന്ദേശം നിങ്ങൾ കേൾക്കണം. അദ്ദേഹം എത്രത്തോളം പേടിച്ചു എന്നുള്ളത്. അറ്റാക്ക് ഒക്കെ വന്നിരുന്നെങ്കിൽ എന്താ ചെയ്യാന്നുള്ളതാ. നമുക്ക് ആ ശബ്ദം മുഴുവൻ കേൾക്കാം. നമുക്ക് അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ്, ഒന്ന് കേൾക്കാം. എന്താ വെച്ചാൽ പടക്കം പൊട്ടിച്ചിട്ട് അവരവിടെ മാറിക്കളഞ്ഞ, അല്ലെങ്കിൽ അവിടെ നിന്നിട്ട് വണ്ടികൾ നിയന്ത്രിക്കുക എന്തെങ്കിലും ചെയ്യായിരുന്ന. ഒന്നും ചെയ്തില്ല. ഇപ്പൊ പനമ്പള്ളി നഗറിൽ മറ്റേ മനോരമയുടെ ഓഫീസ് ഉണ്ടായില്ല, മുമ്പിൽ വെച്ചാണ്. പരാതി എന്തെങ്കിലും കൊടുത്തിരുന്നോ? പരാതി എന്താ വെച്ചാ അവര് കൊറേ കിടന്ന് കാല് പിടിച്ച് ഒരുവിധം. പിന്നെ അമ്മനെ പോട്ടെ എന്ന് വിചാരിച്ച്. എന്താണെങ്കിലും മൊത്തം വീഡിയോ വന്നിട്ടുണ്ട്. അതാണ് പിന്നെ വിട്ടത്. പിന്നെ അത് മാത്രല്ല, അവര് മറ്റേ എന്റെ ഫോട്ടോ ബ്ലർ ചെയ്തിട്ടുണ്ടെങ്കിലും വണ്ടി നമ്പർ മൊത്തം ഹൈഡ് ചെയ്താണ് കാണിച്ചേക്കണം. അതുകൊണ്ട് ലോകത്തുള്ള എല്ലാവർക്കും എന്നെ അറിയാവുന്നുണ്ട്. എന്നെ പെട്ടെന്ന് ഭയങ്കരമായിട്ട് എന്നെ മിക്ക ആൾക്കാരും വിളിച്ച് അപ്പൊ തന്നെ. എന്താ വെച്ചാ ഞാൻ അത്രയും ഷോക്കായി പോയി. എന്നിട്ട് അവര് പുറകിൽ നടന്ന് തന്നെ മറ്റേ ചേവര വരെ എന്റെ പുറകിൽ വന്നവര്. എന്താ വെച്ചാ ഞാൻ വണ്ടി ഓടിച്ച് പോന്നു കഴിഞ്ഞപ്പോ എന്താ വെച്ചാ വല്ല പറ്റിയാന്നൊക്കെ ചോദിച്ചു വന്ന്. ഞാൻ പിന്നെ കുഴപ്പമില്ല പൊയ്ക്കോന്ന് പറഞ്ഞു. ഇല്ല ആൾക്കാരൊക്കെ വെറുതെ ഒച്ചെടുക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ ഒരു മുന്നറിയിപ്പില്ലാണ് നിങ്ങൾ എന്ത് പണിയാണ് ഈ കാണിക്കണം എന്നൊക്കെ ചോദിക്കണ്ടേ അവിടെ. ഓക്കെ വല്ലാത്ത അവസ്ഥയാണ്. ഇവർക്ക് യാതൊരു തരത്തിലുള്ള ബോധവും കേട്ടാ. ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ ചെയ്യുമ്പോ നോക്കിയും കണ്ട് ചെയ്യണ്ടേ? അല്ലെങ്കിൽ രണ്ടുപേരും അവിടെ നിന്നിട്ട് വണ്ടികൾ നിയന്ത്രിക്കും. ഒന്നാമത്തെ സിഗ്നലാണ് തൊട്ടടുത്ത്. അതെ. അപ്പൊ അവിടെ വണ്ടി നിർത്തും. ചിലപ്പോ അവിടെ നിന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും പരിക്ക് പറ്റാനും സാധ്യതയുണ്ട്. ഞാന് ശരിക്കും അങ്ങനെ കിട്ടിങ്ങിപ്പോയി. ആ ദിവസം ഫുള്ള് ഞാന് ഡിപ്രഷൻ അടിച്ചിരുന്നു ചേച്ചി. അതിന്റെ കൂട്ടുകാരന്മാര് പ്രത്യേകം വിളിച്ചിട്ട് ചേട്ടാ വല്ല പറ്റിയാ ചോദിച്ചു. പിന്നെ വണ്ടി നമ്പർ കണ്ടിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ട് വണ്ടി നമ്പർ എനിക്ക് ചറപറ വിളിയാണ്. എന്തൊരവസ്ഥയാണ്. ഈ അഖിൽമാരാർ എന്തെങ്കിലും സംസാരിക്കുന്നതിൽ ചെയ്തു ആ വീഡിയോയിലല്ലാത്ത തന്നെ വേറെ? ഇല്ല. അല്ല മൂപ്പര് അവരായിട്ട് വലിയ ചൂടാവലൊക്കെ കണ്ടിരുന്നു വീഡിയോയില്. അങ്ങനെ പറയണല്ലേ ഉള്ളൂ. പിന്നെ അതിന്റെ കൂടെ നടന്ന ഒരു കാർന്നവരാണ് എന്റെ പുറകെ വന്നത്, ഓട്ടോറിക്ഷ വിളിച്ച്. ഓക്കെ. അപ്പൊ ആശുപത്രി അങ്ങനെ പോകുന്ന നോക്കാൻ വേണ്ടിട്ടായിരിക്കും, പരാതി കൊടുക്കുമെന്നുള്ള പേടിയിൽ പുറകെ നടക്കണായിരുന്നു. പിന്നെ ഞാൻ കുഴപ്പമില്ല നിങ്ങൾ പൊയ്ക്കോ പറഞ്ഞു.
ആ ഞാൻ അവിടുത്തെ സ്കൂട്ടർ എനിക്ക് അന്ന് ഫുള്ള് എനിക്ക് നെഞ്ചിനൊരു പെട്ടെന്ന് ഷോക്കായി പോയേ. എന്ത് പറയണം. ശരിയാണ് ശരിയാണ്. ഓർക്കാപ്പുറത്തല്ലേ ഇത് പൊട്ടുന്നത്. എന്റെ വീട് എറണാകുളം. എറണാകുളത്ത് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഞാന് താമസിക്കണത് ആലുവയിലാണ്. ഞാനപ്പോ അതിലെ പാസ് ചെയ്താണ്. ശരി. ഓക്കെ, ആള് നന്നായിട്ട് ഭയപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ അഖിൽമാരാർ പറയുന്നത് ഒന്ന് പ്രവർത്തിക്കുന്ന മറ്റൊന്നാന്നുള്ളതാണ്. ഇവൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ റോഡിലൂടെ നടന്നിട്ടുള്ള ഈ പരിപാടി അവസാനിപ്പിക്കണം, ബ്ലോക്ക് ആക്കണ പരിപാടി അവസാനിപ്പിക്കണം എന്നൊക്കെ. ഈ ഒരു മനുഷ്യൻ പരാതിപ്പെട്ടിരുന്നെങ്കിൽ അഖിൽമാരാർ ഇപ്പോ കുടുങ്ങിയേനെ അല്ലെ? കൃത്യമായി പറയുകയാണെന്നുണ്ടെങ്കിൽ ബോധമില്ലാത്ത കുറെ കൂട്ടത്തിലാണ് ഇവൻ പോയി പെട്ടിട്ടുള്ളത്. സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടാവും, അതുകൊണ്ടാകാം ആ ഒരു പാർട്ടിയിലേക്ക് പോയത് എന്ന കാര്യത്തിൽ ഒരു തർക്കം വേണ്ട. കാരണം ഇവൻ സെൽഫ് PR വർക്ക് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. ഈ വീഡിയോയിൽ എനിക്ക് മറ്റുള്ള വീഡിയോസ് ഒന്നും കൊണ്ടുവരാനില്ല, ഒരൊറ്റ കാര്യം പറയാനുള്ളൂ. ഈ ഒരു മനുഷ്യനുണ്ടായ ഒരു അനുഭവം കൊണ്ട് ഉള്ള ആളുകൾ മുഴുവൻ ആളെ വിളിച്ചുകൊണ്ടിരിക്കുക എന്താ സംഭവിച്ചു എന്നുള്ളത്. അദ്ദേഹത്തിന്റെ വണ്ടിയുടെ നമ്പർ ബ്ലറാക്കിയിട്ടില്ല, കൃത്യമായത് കാണുന്നുണ്ട്. വേണ്ടപ്പെട്ടവര് വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനു സംഭവിച്ചു എന്നുള്ള കാര്യം കൊണ്ടാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നും വേണ്ട, ഒരു കുഞ്ഞ് അവിടെ കരയുന്ന ശബ്ദം കൂടി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്നുള്ളതാണ്. അവരുടെ ശരീരത്തിലേക്കൊക്കെ അത് വന്ന് വീണ് കഴിഞ്ഞ എന്താ അവസ്ഥ? എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഉണ്ട് ഈ പടക്കം പൊട്ടിയിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ. ഇതൊക്കെ പൊതു ഇടങ്ങളിൽ വെച്ച് ചെയ്യുമ്പോൾ അവിടെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് നിങ്ങൾ ഏത് കൊടി പിടിച്ചാലും അല്ലെങ്കിൽ നിങ്ങൾ അവിടെ എന്ത് മുദ്രാവാക്യം വിളിച്ചാലും അവരെ ബാധിക്കുന്ന ഒരു വിഷയമല്ല. അല്ലെങ്കിൽ അവരിത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. അതിനിടയിൽ വന്ന് ഈ പടക്കം പൊട്ടിക്കുക, ഒരു കാര്യമില്ലാതെ റോഡ് ഉപരോധനം നടത്തുക, ഇതിന്റെ ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ ആരും നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടിയല്ലേ? അപ്പൊ നമ്മുടെ രാഷ്ട്രീയ പാർട്ടിക്കാരാണ് ഇത് അറിയേണ്ടത് അല്ലെ? ആ രീതിയിൽ ഒരു വലിയ മൈക്കും സെറ്റും വെക്കണോണ്ടൊന്നും കുഴപ്പമില്ല, ഒഴിഞ്ഞൊരു സ്ഥലത്ത് വെച്ച് ചെയ്യുക. ഇതൊക്കെ റോട്ടിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഇത്തരം കാര്യങ്ങളെ ശക്തമായി എതിർത്ത ഒരു വ്യക്തിയാണ് ഈ അഖിൽമാരാർ. എന്നിട്ട് അവനും അവന്റെ കൂട്ടരാണ് ഇപ്പൊ ഈ ഉളത്തരം കാണിച്ചിട്ടുള്ളത്. പടക്കം പൊട്ടി വല്ലവർക്കും എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എന്താ അവസ്ഥ? ഇത് വലിയ രീതിയിൽ ആരും ചർച്ച ചെയ്തില്ല. അപ്പൊ ദിൽഷാദ് എന്നെ കോൺടാക്ട് ചെയ്യാണ്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, സംഭവം വൈറലായി വലിയ രീതിയിൽ. പക്ഷെ ആരാണ് എന്താണ് സംഭവിച്ചത് വ്യക്തമായിട്ടൊരു ധാരണ ഉണ്ടായിരുന്നില്ല. ഓർക്കാപ്പുറത്തേക്ക് ഒരു കൂട്ടം പടക്കം വന്ന് വീഴുന്ന ആള് ഞെട്ടുകയാണ്. ഞെട്ട് മാത്രല്ല, മുന്നിൽ പുകയും കാര്യങ്ങളൊക്കെയാണ്. എന്തെങ്കിലും സംഭവിച്ചാലോ? ആൾക്ക് എന്തെങ്കിലും സംഭവിച്ചെന്ന് എന്താ പറയുക? എന്നിട്ട് ആ വൃദ്ധനായ മനുഷ്യൻ അയാൾ ഓട്ടോറിക്ഷയിൽ ആളെ ഫോളോ ചെയ്യാണ്, ആശുപത്രി പോവോ പരാതി കൊടുക്കുമോ എന്നുള്ള ഭയം കൊണ്ട് എന്നുള്ളതാണ്. ഇനി എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരോടാണ് എനിക്ക് പറയാനുള്ളത്. ഉത്സവം നടത്തുന്ന ഉത്സവ കമ്മിറ്റിക്കാരോട് എനിക്ക് പറയാനുണ്ട്. ഓരോ വരവ് കൊണ്ടുപോകുന്ന ആളുകളോട് എനിക്ക് പറയാനുണ്ട്. ഈ റോഡ് ഉപരോധിച്ചുകൊണ്ട് കാണിക്കുന്ന ഈ ഊളത്തരുണ്ടല്ലോ, അത് വല്ലാത്തൊരു പരിപാടിയാണ് കേട്ടോ. നിങ്ങൾ ഉത്സവമാണെങ്കിലും രാഷ്ട്രീയ പരിപാടിയാണെന്നുണ്ടെങ്കിലും അതൊന്നും മറ്റുള്ള ജനങ്ങളെ ഉപദ്രവം ഉണ്ടാക്കിക്കൊണ്ടാവരുത്. അവർക്ക് ഉപദ്രവം ഉണ്ടാവരുത്. അവരെ യാത്ര സുഗമമാക്കിയിരിക്കണം എന്നുള്ളതാണ്. ഇപ്പൊ തവനൂർ ഭാഗത്ത് കൂടെ വരുന്ന സമയത്ത് ഒരു ഉത്സവം നടന്നുകൊണ്ടിരിക്കുക, വഴിവിടില്ല, നീ പോണ്ടടാ എന്ന് പറഞ്ഞ് മുന്നിൽ വന്ന് ചവിട്ടി പിടിച്ച് നിൽക്കുക, പോവാൻ സമ്മതിക്കുന്നില്ല. അവരെ പരിപാടി കഴിഞ്ഞിട്ട് പോയാൽ മതി. നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്താ അവസ്ഥ? ഒന്നും കേൾക്കൂല എന്നുള്ളതാണ്. ഇതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടിക്കാർ നടത്തുന്ന ഹർത്താലുകൾക്ക് ബന്ധുക്കൾക്കൊക്കെ സാധാരണക്കാരനെ കരിവാക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അവരെ വിടാതിരിക്കുക, ഗ്ലാസ് എറിഞ്ഞ് പൊളിക്കുക. ജനാധിപത്യ രാജ്യമാണിത്, എല്ലാവർക്കും സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട് അല്ലെ? മൗലിക അവകാശങ്ങളിൽ പെട്ട സാധനങ്ങളാണ് അതൊക്കെ. അതൊന്നും തടസ്സപ്പെടുത്തരുത്. നമ്മളെ മുന്നിലേക്ക് ഇപ്പൊ പടക്കം കൂടുന്നുണ്ട്, ഇടുകയാണ്, പൊട്ടിക്കുകയാണ്. എന്ത് ഊളത്തര! ഇനി ഈ ഒരു കാര്യത്തിനൊന്നും എന്റെ പൊന്നുമക്കൾ അഖിൽമാരാർ ന്യായീകരിച്ച് വരല്ലേ. അഖിൽമാരാർ എന്നല്ല, ഇത്തരം ഊളത്തരം കാണിക്കുന്ന ഒരു മനുഷ്യനെയും ന്യായീകരിച്ചുകൊണ്ട് ആരും വരരുത്. ദിൽഷാദിന് എന്തോ ഭാഗ്യം കൊണ്ടൊന്നും സംഭവിച്ചില്ല എന്നുള്ളത് ആൾ നന്നായിട്ട് ഭയപ്പെട്ടിട്ടുണ്ട്. എന്നെ 2 ദിവസം മുമ്പ് കോൺടാക്ട് ചെയ്തതാണ്. പക്ഷെ അദ്ദേഹവുമായി കോൺടാക്ട് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല. ഇപ്പൊ ഇന്നാണ് ഞാൻ വിളിച്ച് സംസാരിക്കുന്നത്. നിങ്ങളുടെ മുന്നിലേക്ക് അത് എത്തിക്കണം, അദ്ദേഹം പറഞ്ഞതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് എത്തിക്കുന്നത്. ഇനിയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരും ചെയ്യല്ലേ. സാധാരണക്കാർ ഒരുപാട് പാവപ്പെട്ട മനുഷ്യന്മാർ ജീവിക്കുന്നുണ്ട് ഇവിടെ. നിങ്ങളുടെ രാഷ്ട്രീയ കൊടിയോ നിങ്ങളുടെ രാഷ്ട്രീയ കുപ്പായോ ഒന്നും നോക്കിയിട്ട് ജീവിക്കേണ്ട കാര്യം അവർക്കില്ല. ഈ ജനാധിപത്യ രാജ്യത്ത് സന്തോഷത്തോടു കൂടി ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യന്മാരുണ്ട്. അപ്പൊ അവരെ തടസ്സപ്പെടുന്ന രീതിയിലും ഇങ്ങനെ അപായപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അഖിൽമാരാർ ഒരു വട്ടം പറഞ്ഞത് പിന്നെ മാറ്റി പറയുന്ന സ്വഭാവമുള്ള ആളാണല്ലോ. അപ്പൊ നമ്മൾ എന്നെ ചൂണ്ടിക്കാണിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഒരുപാട് ദിൽഷാദുമാരുണ്ടാവാം, ഇനിയും ഉണ്ടാവാതിരിക്കാൻ പ്രാർത്ഥിക്കാം. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് സൈനിങ് ഓഫ്.